പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. അഗളി വീട്ടിയൂരിൽ താമസിക്കുന്ന അജിത രാജേഷ് ദമ്പതികളുടെ 1 വയസ്സുകാരൻ റിതിനാണ് മരിച്ചത്. കടുത്ത പനിയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾക്ക് ഒരു അറുതിയുമില്ല. പോഷകാഹാരക്കുറവും അതോടൊപ്പം കൃത്യമായ ചികിത്സ ലഭിക്കാത്തതുമൊക്കെ ഈ മരണങ്ങൾക്ക് കാരണമാവുകയാണ്. നിലവിലിപ്പോൾ ഈ ശിശുമരണം സംഭവിച്ചതിന്റെ പ്രധാന കാരണം എന്താണെന്നാണ് വിലയിരുത്തുന്നത്? കടുത്ത പനിയെ തുടർന്നാണ് ഈ കുഞ്ഞിനെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് മാർച്ച് 9-ന് ഈ കുട്ടിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കുട്ടി മരിക്കുന്നത്. അഗളി വീട്ടിയൂരിൽ താമസിക്കുന്ന അജിത രാജേഷ് ദമ്പതികളുടെ 1 വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞായ റിതിനാണ് മരിച്ചത്. ഏതായാലും അട്ടപ്പാടിയിൽ ഈ ശിശുമരണങ്ങൾക്ക് ഒരു അറുതിയുമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയതിൽ പിന്നെ ശിശുമരണ തോത് കുറയും എന്നായിരുന്നു പ്രതീക്ഷ. കാരണം വിവിധങ്ങളായ ഈ ശിശുമരണം കുറയ്ക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ സർക്കാരിന്റെ പദ്ധതികളും മറ്റൊക്കെ അവിടെ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ വർഷം തന്നെ ഇപ്പോൾ 3ാമത്തെ ശിശുമരണമാണ് അട്ടപ്പാടിയിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.